എല്ലാവരുടെ വീട്ടിലും മൈദയും അരിപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമുക്കൊരു ഈവനിങ്ങിൽ ഇരുന്ന് ടി വി കാണുമ്പോഴൊക്കെ കുറിക്കാൻ പറ്റിയ ഒരു തരം ജിലേബി ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ബേക്കറിയിൽ കിട്ടണ പോലത്തെ നല്ല കിടിലൻ ജിലേബി എന്നല്ല, നമുക്ക് വീട്ടിലൊക്കെ ഇപ്പോൾ ബോംബെയിലൊക്കെ താമസിച്ചുള്ളവർക്ക് അറിയാം, സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റ് ജിലേബി ഉണ്ട്, റോഡ് സൈഡിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്നറിയാം, ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കുകയാണ് കേട്ടോ. നമ്മള് മൈദയൊക്കെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, ആരുടെ വീട്ടിലും മൈദ, പ്രത്യേകിച്ച് ഇപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് നാട്ടിൽ ഭയങ്കര പരീക്ഷണമല്ലേ, ചക്കക്കുരു മാങ്ങ ഇല്ലാത്ത പരീക്ഷണങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഒന്നിപ്പോ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇപ്പൊ നമുക്ക് ജിലേബിക്ക് ഇത്തിരി ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി ഇട്ട, പുട്ടിന്റെ പൊടിയല്ല, അപ്പത്തിനൊക്കെ മേടിക്കുന്ന പൊടിയില്ലേ, ആ പൊടി ചേർക്കുകയാണ്. ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുക, കട്ട തൈര് ചേർക്കട്ടെ, യോഗട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കിതിൽ ഇപ്പോൾ ജിലേബിക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ ചുവപ്പ് കളർ വേണം, അല്ലെങ്കിൽ മഞ്ഞ കളർ വേണം. ഇപ്പം വീട്ടിൽ ചിലപ്പോൾ ഫുഡ് കളറൊന്നും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടട്ടോ, മഞ്ഞ ജിലേബി ആയിക്കോട്ടെ, ചുവന്ന ജിലേബി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, വീട്ടിൽ കഴിക്കാന്നല്ലേ നമ്മള്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫുഡ് കളർ ഉണ്ട്, ബുഷിന്റെ ഫുഡ് കളർ ഉണ്ട്, ഓറഞ്ച് റെഡ് പൗഡർ. ഇത് ഭയങ്കര കളറാട്ടാ. ഇത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളിട്ടാ, നുള്ളു പോലും എടുക്കാൻ പാടില്ല, അത്രയും കളറാണ് ഇതിന്. ഇത്ര മതിട്ടാ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്കിതിനെ ആദ്യം ഇങ്ങനെ ഒന്ന് തൈരായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടാ. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതാക്കി എടുക്കണം, ഒരു ഫ്രീ ഫ്ലോ ലിക്വിഡ്, വെള്ളം പോലെയല്ല, മീൻസ് ഇത്തിരി ഒരു കൊഴുപ്പുള്ള ഒരു ലായനി പോലെ ആക്കിയെടുക്കണം നമുക്ക്. ഇപ്പം നമ്മൾ തൈരും കളറും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ മിക്സ് ചെയ്തുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് കേട്ടോ. അത് എല്ലാവർക്കും ഒന്നും പറ്റുന്നില്ല. അത് കല ഇപ്പം നമ്മൾ ആദ്യം കൊലയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാണല്ലോ, അത് കൊലയായി മാറും. അപ്പം നമ്മൾ നോക്കിയിട്ട് പതുക്കെ ഒഴിക്കുക നല്ലത്. വീട്ടിലല്ലേ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കല്ലോ, ഇപ്പൊ വേറെ തൊഴിലൊന്നുമില്ലല്ലോ, ഇപ്പൊ ഇതൊന്നും കുറച്ച് സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ലെന്ന്. കുറച്ചും കൂടി വെള്ളം ചേർത്തു. ഇത് വെച്ചാൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ കുഴക്കട്ടാ. നമ്മൾ പരിഷ്കാരികളായ കാരണം കൊണ്ട് സ്പൂൺ വെച്ചിട്ടൊക്കെയാണ് അടിക്കുന്നത്. കൈ വെച്ചിട്ട് നമ്മൾ ശരിക്കും കുഴക്കാം, പുട്ടൊക്കെ കുഴക്കണ പോലെ. കണ്ട നമ്മൾ എത്ര കുറച്ച് കളറായിട്ടാണ്, കളറ് കണ്ട. ഇപ്പൊ എൻ്റെ കൈ എടുത്ത വിരല് കണ്ട ചോന്ന കളറായി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എങ്ങനത്തെ കളറാണ് ചേർക്കണമെന്ന് മനസ്സിലായില്ലേ. ഇപ്പൊ നമുക്ക് അത് ഭയങ്കര കട്ടയുണ്ട്. നമുക്ക് ഇപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ട, ഇതാണ് ഇതിൻ്റെ തിക്നെസ് വേണ്ടത് കേട്ടോ. നമ്മൾ ഒരു നുള്ള് ആ കളറിലിട്ടിട്ടുള്ള കളർ കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ക്യാമറയിൽ കൃത്യമായിട്ട് കാണണ്ടോന്നറിയില്ല. അപ്പോൾ ഇതിനെ നമുക്കൊരു 5-10 മിനിറ്റ് അടച്ചേക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട പഞ്ചസാര പാനിയില്ലേ, പഞ്ചസാര ലായനി ഉണ്ടാക്കാം. ഇപ്പോൾ പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാനിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഒരു കപ്പല്ല എടുത്തത്, അപ്പോൾ അതിൻ്റെ പകുതി കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ ഉരുക്കിയെടുക്കണം കേട്ടോ. പഞ്ചസാരനെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ലോ ഫ്ലെയിമിനെ വെച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോവും. അപ്പോൾ നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഈ സാധനം നല്ലൊരു ലായനിയായി മാറിയിട്ടുണ്ടാവും. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല പതുക്കെ ചെറിയ തീയിലിരുന്നിട്ട് അത് ലായനിയാവട്ടെ.
പതുക്കെ പതുക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടാ. നമ്മുടെ ലായനി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു നൂല് പരുവത്തിലായിട്ടുണ്ട് ലായനി. ഇതിലേക്ക് നമുക്ക് ജിലേബിക്ക് കളറിന് വേണ്ടിയിട്ടേ ഒരു തൂവലി കളറ് ഇതിലും ചേർക്കണം കേട്ടോ. അധികം വേണ്ട, വളരെ കുറച്ച്. ഒന്ന് ഇളക്കി പിടിക്കുക. ഒരു ചെറിയൊരു ആ ഒരു ടെക്സ്ചർ, ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഒരുവിധം നമ്മുടെ ലായനി ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ചെറുനാരങ്ങ ഒരു 6-7 ഡ്രോപ്പ് കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. കണ്ട ഇപ്പൊ ഒരു തിക്ക് ലായനിയായിട്ട് പഞ്ചസാര ഷുഗർ സിറപ്പായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി എന്തായി നോക്കാട്ടാ. സ്റ്റൗ ഓഫ് ചെയ്യാണ് ഞാൻ. നമ്മുടെ ബാറ്റർ ഒരു 10-15 മിനിറ്റ് ആയിട്ടാ മതി. ഇപ്പം നമുക്ക് ഇതിലേക്ക് എന്താ സാധനം എല്ലാവർക്കും അറിയാലോ, ബൈകാർബണേറ്റ് ഓഫ് സോഡ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് അപ്പക്കാരം എന്ന് പറയും. ഈ സാധനം ഒരു നുള്ള് ഇട്ടാൽ മതിട്ടാ. ഇത്ര മതി. നന്നായി ഇളക്കി ചേർക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ട്രീറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരത് തുണിയിൽ ഈ മാവ് നിറച്ചിട്ട് അത് കൂടെ എന്താ പറയുക പീച്ചിട്ട് ഒരു ഓട്ടയിൽ കൂടെ പീച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അതിനൊന്നും അറിയില്ല. അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, അത് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്റർ മാറ്റണം നമുക്ക്. ബാറ്റർ അതിലേക്ക് മാറ്റുക കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഡബ്ബയിൽ നിറച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് പകുതികളുണ്ട്. എൻ്റെ കൈ നോക്കിയേ, കണ്ട ഒരു പിടി ഒരു നുള്ളു കളർ ഇട്ടതിൻ്റെ എണ്ണ കേട്ടോ. നമ്മൾ വീട്ടിൽ മഞ്ഞളുണ്ടെങ്കിൽ മഞ്ഞ ജിലേബി ആയിക്കോട്ടെ കേട്ടോ, മഞ്ഞ കളർ ഇട്ടാൽ മതി കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1 ഇഞ്ച് കനത്തിൽ ഓയിൽ ഒഴിക്കുക. നമ്മളത് ചെറിയ ചൂടിൽ ഉണ്ടാക്കണം കേട്ടോ. വെള്ളം ഭയങ്കര ചൂടിലിട്ട് ചെയ്യരുത്. അപ്പോൾ അത് പരീക്ഷ വെക്കണമെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചു നോക്കുക. അപ്പോൾ അത് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ കോമ്പസും ഇൻസ്ട്രുമെന്റ് ബോക്സ് വെച്ചിട്ടൊന്നല്ല ഉണ്ടാക്കണ. കാരണം കൊണ്ട് എങ്ങനെ ഒഴിച്ചാലും റൗണ്ടായി വരുന്നുണ്ട്. കണ്ട അത് ഒഴിച്ച് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അത് പൊന്തി വരും. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാട്ടാ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് എന്താ പറയുക, ബേക്കറിയുടെ ചില്ലും കൂട്ടിലിരിക്കുന്ന പോലത്തെ ഷേപ്പിലൊന്നും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടി പറ്റില്ല. മാന്യമായ രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ സാധനം എടുക്കാട്ടോ നമുക്ക്. അപ്പൊ നമുക്ക് 1.5 മിനിറ്റ് ആയിട്ട് കേട്ടോ. ഇത് ഈ സ്ട്രീറ്റിൽ കിട്ടുന്ന ജിലേബിയാണ് കേട്ടോ. ഇത് ഇത്തിരി ക്രിസ്പി ജിലേബി ആയിരിക്കും, അത്ര ഒരു സോഫ്റ്റ് ജിലേബി ആയിരിക്കില്ല. നമ്മൾ അരിപ്പൊടി ഇട്ടില്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിനെ ആ എണ്ണ വാർന്നു കഴിഞ്ഞാൽ നേരെ നമ്മള് ഈ പഞ്ചസാര ലൈനിൽ മുക്കിയിടണം കേട്ടോ. അല്ലെങ്കിൽ എന്തുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഞ്ചസാര പിടിക്കില്ല അതിൽ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കാം. നമ്മളെ അടുത്തതും ശരിയുണ്ട് കേട്ടോ. കോരി എടുക്കാം. എണ്ണ വാർന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ പഞ്ചസാര ലൈനിൽ ഡിപ്പ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ.
അപ്പൊ അടുത്ത ബാച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് നമ്മുടെ പഞ്ചസാര ലൈനി നല്ല ചൂടോടക്കനെ ഇരിക്കണം, ഒരു ചെറു ചൂടിലിരിക്കണം. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ജിലേബി ഇതൊന്ന് എടുത്ത് വെക്കാട്ടോ. നമുക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്നോട്ടെ, ഒപ്പം ഉണ്ടാക്കുക. പണ്ട് ബോംബെയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4 ജിലേബി കിട്ടും അന്നത്തെ കാലത്ത്. കണ്ട കളർ കണ്ട. അപ്പോൾ അത് അവർ കടലാസിൽ പൊതിഞ്ഞിട്ട തരിക. അപ്പോൾ അത് വീടെത്തുമ്പോഴേക്കും അത് കഴിച്ച് നടക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും ചൂടാറിനേക്കാളുമ്പോൾ പഞ്ചസാര ലൈനിൽ ഇടണം. അതുപോലെ പഞ്ചസാര ലൈനിയും ഒരു ചെറു ചൂടിൽ വേണം കേട്ടോ എപ്പോഴും. അപ്പോൾ ആ ഒരു ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്വയർ ജിലേബി വേണമെങ്കിൽ സ്ക്വയർ ജിലേബി ഉണ്ടാക്കിയോളെ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് ഈ ഷേപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോ 4 ടേബിൾ സ്പൂൺ മൈദയും ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വെച്ചിട്ട് ഒരു 10-15-20 ജിലേബി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നോമ്പ് കാലൊക്കെ അല്ലേ, നോമ്പ് തുറയുടെ സമയത്ത് വേണമെങ്കിൽ അധികം സമയം പാഴാക്കാണ്ട് ജിലേബി മധുരം ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ ഈവനിങ്ങിലൊക്കെ ഇരുന്ന് TV കാണോ സിനിമയൊക്കെ കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഒരു 20 മിനിറ്റ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇരുന്ന് നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് കുറിച്ചിട്ട് TV കാണാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്.